ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു കുട്ടി റൈഡ് നടത്താൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന പുതിയ ഹൈവേ ആണ് കേട്ടോ. ഒരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ്. അവിടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്, ചുറ്റും ഓരോരോ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടില്ല ഒരു വ്യൂ ഉള്ളൊരു സ്ഥലമാണിത്. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര പോവാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഒരു പഴയ ഗ്രാമീണതയൊക്കെ ഉളവാക്കുന്ന ഒരു തരം കാഴ്ചയല്ലേ ഇത്. ഫുൾ കൃഷിയിടങ്ങൾക്കിടയിലൊരു ചെറിയൊരു അമ്പലം. ആ പാട്ടൊക്കെ ഇട്ട് വല്ലാത്തൊരു വൈബാണ് ഇവിടെ നിൽക്കാനായിട്ട്. വാവ്, നമ്മളെ വണ്ടിയും ഈ ഹൈവേയും കൂടെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ അല്ലേ. അതുപോലെ തന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. നല്ല ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്ഥലം. അപ്പോൾ എല്ലാവർക്കും അതിരപ്പള്ളി വാൽപ്പാറ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു നമ്മുടെ വാൽപ്പാറ ട്രിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിരുന്നത് കൊടൈക്കനാൽ പോയപ്പോഴായിരുന്നു. കാരണം നമ്മൾ രാത്രി സമയത്താണ് കയറിയത്. അതുപോലെ മഴ, മഞ്ഞ്, ഒരു വല്ലാത്തൊരു വൈബായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് യൂട്യൂബിലൊരു പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത ട്രിപ്പ് എങ്ങോട്ട് വേണം, നിങ്ങൾ പറയുന്ന സ്ഥലത്തോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട്. അതിലെനിക്ക് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത്രയും ഒരു റെസ്പോൺസ് വരുമെന്ന്. കുറേ ഞങ്ങൾ നോക്കി വെച്ചിട്ടുള്ള സ്ഥലവും അതുപോലെ തന്നെ ഞങ്ങൾ മനസ്സിൽ പോലും കാണാത്ത കുറേ സ്ഥലങ്ങളും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മജോറിറ്റി വന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് വയനാടാണ്. അപ്പോൾ വയനാടെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അത് ഈ മാസം നടക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ശ്രീഹരിക്കും എനിക്കും ഒക്കെ ലീവ് അതുപോലെ കിട്ടാൻ പാടാണ്. ഒരു 3-4 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയനാട് എത്താനും അവിടെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടുള്ളൂ. അത് ഞങ്ങൾ ഏപ്രിലിൽ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏപ്രിലിൽ നമുക്ക് ഇഷ്ടം പോലെ അവധിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ച് നമുക്ക് വയനാട്ടിലോട്ടൊക്കെ പോകാമെന്നുള്ളൊരു മൈൻഡ് നിൽക്കുകയാണ്. പിന്നെ ഞാൻ കണ്ടത് ലഡാക്കൊക്കെയാണ്. ലഡാക്കൊന്നും ഇപ്പം ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. കാരണം അതിനനുസരിച്ചുള്ള പ്ലാനിങ് വേണം, ബഡ്ജറ്റ് വേണം, സമയം വേണം. കൃത്യം ഒരു മാസമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ലഡാക്ക് വരെയൊക്കെ പോയിട്ട് വരാൻ പറ്റൂ. അതല്ലെങ്കിൽ എനിക്ക് വണ്ടി പാഴ്സൽ ചെയ്ത് കയറ്റി വിടുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഓടിച്ചു പോകുന്നു എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് പണ്ടേ ഉള്ള ആഗ്രഹമാണ് ലഡാക്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോയി തിരിച്ച് വണ്ടി ഓടിച്ചു വരുന്ന രീതിക്കായിരിക്കും ഞങ്ങൾ അത് പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല 1 മാസമൊക്കെ ലീവ് എടുത്താൽ അറിയാലോ, കഞ്ഞൂടി മുട്ടും. പിന്നെ കുറേ പേര് പറഞ്ഞ സ്ഥലമാണ് അഗൂംബെ. ഞങ്ങൾ അഗൂംബെ നോക്കിയപ്പോഴും അതും ഏകദേശം നല്ലൊരു കിലോമീറ്റർ വരുന്നുണ്ട് നമ്മൾക്ക് ഇവിടുന്ന് പോയിട്ട് വരാനാണെങ്കിൽ തന്നെ. അപ്പോൾ അതിനും ഏകദേശം 3-4 ദിവസത്തെ പരിപാടിയുണ്ട്. അതും ഞങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥലത്തൊക്കെ പോകുന്നതായിരിക്കും. പിന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ്സ് വന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് കാട്ടാക്കട, അതുപോലെ ഓൾ ഇന്ത്യ അടിക്കാൻ പറഞ്ഞവരുണ്ട്, കൊള്ളിമല, അതുപോലെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് മുഖ്യത് ഓർമ്മയില്ല. പിന്നെ ദുബായിക്ക് വരാൻ പറഞ്ഞൊരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായിക്ക് വണ്ടിയൊക്കെ ഓടിച്ച് വരാൻ പോയ ബ്രോ, ഞങ്ങൾ വഴിക്ക് വല്ല വീണ് ചാവത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കമൻറ്റ്സ് വന്നതിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും എനിക്ക് പോകണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ അച്ചൻകോവിലാണ് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ശ്രീഹരി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം അവന് ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സജിനും ഞാനും മാത്രമായിരിക്കും ഈ ട്രിപ്പിനുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ അത്ര ലോങ് അടിക്കാതിരിക്കുന്നത്. കാരണം ശ്രീഹരി ഉണ്ടെങ്കിലേ നമുക്കൊരു എന്താ പറയുക, ഒരു വൈബുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 7, 8, 9 ദിവസങ്ങളിലാണ് കേട്ടോ. എൻ്റെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ അച്ചൻകോവിൽ പോയിട്ട് അവിടുന്ന് നേരെ നമ്മുടെ മാമലകണ്ടം വഴി മൂന്നാറിലോട്ടൊക്കെ പോകാനായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇവിടുന്ന് എനിക്ക് ഏകദേശം 130 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ അച്ചൻകോവിലോട്ട്. അതാണ് ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞ ഓരോ സ്ഥലവും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾക്ക് പോകണം എന്ന് തോന്നിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളും കമൻറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മാർച്ചിലെ ട്രിപ്പ് അച്ചൻകോവിലിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ നമുക്ക് വലിയ ട്രിപ്പുകൾ ഇനി വരുന്നുണ്ട് ഏപ്രിൽ മാസങ്ങളിലൊക്കെ. വയനാടൊക്കെ ആ സമയത്തേക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതുപോലെ ഊട്ടിക്ക് ഒന്നുകൂടെ പോയാൽ കൊള്ളാമെന്നുണ്ട്, മസനഗുഡി വഴി. അപ്പോൾ ഏത് പ്ലാനാണോ വർക്കൗട്ട് ആവുന്നത് അത് എന്തായാലും നിങ്ങളും കാണുന്നതായിരിക്കും. പ്ലാൻ ABCD അങ്ങനെ Z വരെയുള്ള പ്ലാനുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. ഒന്ന് പാളിയാലും
നമുക്ക് അടുത്തതിൽ കയറി പിടിച്ച് പോകാൻ പറ്റും. പ്ലാനുകൾക്ക് കുറവൊന്നുമില്ല. ആകെ വേണ്ടത് സമയവും ലീവും അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ട്രിപ്പിന് ഞാനും നമ്മുടെ സജിമോനും മാത്രമേ കാണുള്ളൂ. നിങ്ങളോട് എല്ലാവരോടും വരാൻ പറ്റാത്തതിൻ്റെ വിഷമം അറിയിക്കാനായിട്ട് ശ്രീഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെയും ബാക്കി വിശേഷങ്ങളെന്നൊക്കെ പറയാനായിട്ടുള്ളത്. വണ്ടി നമ്മൾ കൊടൈക്കനാൽ പോയിട്ട് ഇതുവരെ സർവീസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഈ അച്ചൻകോവിൽ ട്രിപ്പ് കൂടെ കഴിഞ്ഞ് വന്നിട്ടേ നമുക്ക് വണ്ടി സർവീസ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബൈക്ക് ട്രിപ്പ് എന്ന് പറയാനായിട്ട് ഇനി വരുന്നത് വയനാടാണ്. അപ്പോൾ വയനാട് പോകുന്നതിന് മുമ്പ് നമുക്ക് വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ RTX ഇവിടെ തിരുവനന്തപുരത്ത് മുട്ടത്തറ ഷോറൂമിൽ വന്നെന്നൊരു കരക്കമ്പി കേട്ടായിരുന്നു. പക്ഷേ ടെസ്റ്റ് ഡ്രൈവിനൊന്നും അവൈലബിൾ അല്ല. അതൊക്കെ നേരത്തെ ആൾക്കാർ ബുക്ക് ചെയ്തവരുടെ വണ്ടിയാണ് ഇപ്പം വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും ഒരു 1-2 മാസത്തിനുള്ളിൽ അവിടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് എങ്ങനെയുണ്ട് വണ്ടി എന്നൊക്കെ നോക്കാം. സമയം ഇപ്പോൾ 5:30 ആവാറായി. നമ്മുടെ സൺസെറ്റ് ഏകദേശം അടുക്കാറായി. ഞാൻ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. കുറേ 2 ദിവസമായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ശനിയും ഞായറും. അപ്പോൾ ബാക്കി കാര്യങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങളെ കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളിട്ട ഓരോ കമൻസിനും എന്താ പറയുക, തിരിച്ച് റിപ്ലൈ തരുന്നതിനേക്കാളും നല്ലതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ അതെല്ലാവർക്കും കാണാനും പറ്റും, എനിക്കത് എളുപ്പമായിരിക്കും. പിന്നെ കൂർഗ് അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കമൻറ്റിലുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ പ്ലാനിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കൂർഗ്, ബാംഗ്ലൂർ, ഗോവ, കൊള്ളിമല, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഞങ്ങൾ പോകുന്നതായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ചൂടെന്ന് വെച്ചാൽ അന്യായ ചൂടാണ്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തത്ര ചൂടാണ്. നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇരട്ടിക്ക് ചൂടായിരിക്കും. ഒക്കെ കൊണ്ടാണ് ഇപ്പോൾ അധികം ഞങ്ങൾ ലോങ് ഒന്നും പിടിക്കാതിരിക്കുന്നത്. കാരണം തമിഴ്നാട്ടിലോട്ടൊക്കെ പോയാൽ നമ്മൾ ദാഹിച്ച് വലഞ്ഞു പോകും. സോ ഗൈസ്, കോവളത്തോട്ട് പോകാനുള്ള പ്ലാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി. കാരണം ഒരു 2-3 ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ കുറേ വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും അവിടെ തിരക്കായിരിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശംഖുമുഖത്തോട്ട് തന്നെ പോകാം. അവിടെ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കിട്ടും. നമ്മളെന്തെങ്കിലും വിഷമത്തിലോ ഫ്രസ്ട്രേഷനിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ വണ്ടി എടുക്കുക, ഈ റോഡിലോട്ട് വരിക, പൊളിക്കുക. എനിക്ക് എന്തെങ്കിലും വിഷമവും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുക്കും, നേരെ റൂട്ട് കയറും. നമ്മുടെ കോവളം തിരിയുന്ന ആ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു അലക്കുണ്ട് മോനെ. ആ ഒരു അലക്കിൽ നമ്മുടെ തീരാത്ത വിഷമങ്ങളൊന്നും കാണത്തില്ല. ഇവിടുന്ന് ഏകദേശം നമ്മുടെ ആ ഒരു തമിഴ്നാട് ബോർഡർ ഡെഡ് എൻഡ് വരെ ഏകദേശം 30-32 കിലോമീറ്റർ ഉണ്ട്. ആ ഒരു 32 കിലോമീറ്റർ നമ്മളൊരു എന്താ പറയുക 10-20-25 മിനിറ്റ് കൊണ്ട് എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, നമ്മൾ അനുഭവിച്ചാലേ അറിയുള്ളൂ. വിത്ത് പ്രോപ്പർ ഗിയർ, ഞാൻ പ്രത്യേകം പറയാണ്, വിത്ത് പ്രോപ്പർ ഗിയർ ആണെങ്കിൽ മാത്രം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഇതായിട്ട് മറക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രമാത്രം ഹാപ്പിയാവും നമ്മൾ ആ അറ്റത്തെത്തുമ്പോൾ. നമ്മൾ തിരിച്ച് പയ്യായിരിക്കും പിന്നെ വരുന്നത്. എനിക്കത് പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും വിഷമ കാര്യങ്ങളോ ഒരു പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുക, ഈ റൂട്ട് ഒന്ന് ട്രൈ ചെയ്യുക. ഇതിപ്പോൾ കംപ്ലീറ്റഡ് അല്ല, കംപ്ലീറ്റ് ആയാൽ നമുക്ക് തമിഴ്നാട്ടിലോട്ടൊക്കെ ഏകദേശം ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കന്യാകുമാരിയൊക്കെ എത്താൻ പറ്റും. ഇപ്പോൾ കേരളത്തിൻ്റെ പണി ഏകദേശം അവിടെ തീർന്ന് കിടക്കുകയാണ്. ഇനിയിപ്പോൾ തമിഴ്നാട് സൈഡിലോട്ടുള്ള പണി മാത്രമേ ഇനി തീരാനുള്ളൂ. നമ്മുടെ സൂര്യൻ ഏകദേശം അവിടെ താന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ടുള്ള സൺസെറ്റ് കിട്ടുമോ ഇല്ലയോ നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടുന്ന് ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-7 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ ശംഖുമുഖത്തോട്ട്. എന്താ കോടമഞ്ഞോ? ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. വന്ന വണ്ടികളൊക്കെ കൊടുത്ത് തീർത്തെന്ന് തോന്നുന്നു. ഒരു വണ്ടി പോലും അവിടെ കാണാനില്ല. ഈ ഒക്ടോബർ തൊട്ട് ബുക്കിംഗ് ഉള്ളതല്ലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ വരുന്ന വണ്ടികളെല്ലാം ഓരോ കസ്റ്റമേഴ്സിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. TVSകാർ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇത്രയ്ക്ക് ബുക്കിംഗ് വരുമെന്ന്. അതാണ് ഇത്ര ഡിലേ ആയെന്ന് തോന്നുന്നു. അവരൊരു അഡ്വഞ്ചർ വണ്ടി ഇറക്കി, ലോകത്തില്ലാത്തൊരു പ്രൈസിങ്ങും കൊടുത്തു, വിത്ത് എല്ലാ ഫീച്ചേഴ്സും കുത്തി കയറ്റി. അപ്പോൾ പിന്നെ ആൾക്കാർ എടുക്കാതിരിക്കുമോ? 2 ലക്ഷത്തിനകത്ത് ക്വിക്ക് ഷിഫ്റ്ററും അതുപോലെ മുന്നിലെ ഏറ്റവും കിടിലം ഹെഡ്ലൈറ്റും ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും കൂടെ കുത്തി കയറ്റി 2 ലക്ഷത്തിനകത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഏത് ബ്രാൻഡിനുണ്ട് അങ്ങനത്തെ ഒരു വണ്ടി? അതിനനുസരിച്ചുള്ള ബുക്കിംഗ് വന്നപ്പോൾ TVSകാർ തന്നെ പതറിപ്പോയി കാണും. എന്തായാലും അതൊക്കെ മാറി ഉടൻ തന്നെ എല്ലാ ഷോറൂമുകളിലും വണ്ടികൾ എത്തും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പോയി ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് പറ്റിയാൽ ഒരെണ്ണം ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതൊക്കെ പിന്നത്തെ പ്ലാൻ, അതൊന്നും ഇപ്പോഴില്ല. ഇത് എൻ്റെ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ സ്ഥലമാണ് കേട്ടോ. പണ്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലൈറ്റൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ട്. മിക്കവാറും പ്ലെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എയർപോർട്ട് അതോറിറ്റികൾ അവന്മാർ ആ മതിൽ പൊക്കി കെട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാണാൻ വയ്യ ഇവിടെ നിന്ന്. സോ ഗൈസ്, നമ്മൾ വലിയ തുറ എത്തിയിരിക്കുകയാണ് കേട്ടോ.
ഇവിടെയും ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വലിയ പാലമൊക്കെ ഉള്ള സ്ഥലമാണ്. ആ പാലത്തിലോട്ടൊന്നും ഇപ്പോൾ ആൾക്കാരെ കയറ്റുന്നില്ല. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമല്ലേ. അതുകൊണ്ടോ പാലത്തിൽ ഇപ്പോൾ ആരുമില്ല. പണ്ടൊക്കെ നമുക്ക് പാലത്തിൻ്റെ അങ്ങറ്റം വരെ പോകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഫിഷിംഗ് ബോട്ടൊക്കെ കയറിയിട്ടേ ഉള്ളൂ. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. പള്ളിയുടെ റെനോവേഷൻ നടക്കുകയാണ് കേട്ടോ. വലിയ പള്ളിയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. എയർപോർട്ടൊക്കെ കിട്ടിലാക്കി കേട്ടോ. ഇതുവഴിയാണ് എൻട്രൻസ്. ആഹാ, എന്താ ഭംഗി നോക്ക്. ഒരു പൊട്ട് പോലെ നിൽക്കുന്നുണ്ടല്ലോ ആകാശത്ത്. കൊച്ചു കള്ളൻ. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും സൺസെറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് അധികം ആരും ഇല്ലാത്തൊരു സ്ഥലം നോക്കി സ്ഥലം പിടിച്ച് ഇവിടെ എങ്ങാനും നിൽക്കാം. ഇത് കണ്ടോ ബോട്ടൊക്കെ കയറ്റിയിട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ കടലിലിറക്കി മീൻ പിടിക്കാൻ പോകും. കുറേ പട്ടികളൊക്കെ അങ്ങോട്ട് ഓടുന്നുണ്ടോ. പിന്നെ നമ്മൾ ഇന്ത്യയിൽ എവിടെ ചെന്നാലും കാണാൻ പറ്റുന്നൊരു പ്രതിഭാസമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുള്ള് വേസ്റ്റ് കൊണ്ടിട്ടേക്കുകയാണ്. ആൾക്കാരുടെ ഓരോരോ പ്രവൃത്തികൾ കാരണം ഇങ്ങനെ കിടക്കുന്നൊരു സ്ഥലം. ഇതൊന്നും ആരും ക്ലീൻ ചെയ്യാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു. ക്ലീൻ ചെയ്താലും വീണ്ടും കൊണ്ടിടുകയല്ലേ. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 2-3 വർഷം മുമ്പ് മഴയത്ത് ഇവിടം വരെ ഏകദേശം കടലുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്തൊക്കെ. സോ ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് സൺസെറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഫുൾ മേഘങ്ങളാണ്. ഒരു നേരെ മേഘങ്ങൾക്കിടയിലോട്ട് പോകാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. ആ ഭാഗത്തോട്ടൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. രക്ഷയില്ലാത്ത തിരക്കുണ്ട് അങ്ങോട്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ സൺസെറ്റ് കാണാൻ പറ്റിയില്ല. ഫുൾ കാർമേഘങ്ങൾക്കിടയിൽ മറഞ്ഞു. ഈ കൊച്ചിറക്കിന് എന്തോ സാധനമായിട്ട് വരുന്നുണ്ട്. എന്താണോ എന്തോ വെടിയായിരിക്കും. വേണ്ട മോനെ, പൊട്ടാസ് എങ്ങാനും വേണ്ടി പോക്കറ്റ് ഇരുന്ന് പൊട്ടിയാൽ ശരിയാവില്ല. സമയം ഇപ്പോൾ 6:30 കേട്ടോ. ഫുൾ സൺസെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇരുട്ടാവും. വീക്കെൻഡൊക്കെ കിടിലായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ശംഖുമുഖം. പക്ഷേ ഇപ്പം ഓവറായിട്ട് ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്കൊരു വൈബ് കിട്ടത്തില്ല ഇതുവഴി പോകുമ്പോൾ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് സമാധാനത്തോടെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഫുൾ തിരക്കോട് തിരക്ക്. ഇവിടെ ചായ ഉണ്ടോ ചോദിച്ചു നോക്കാം. ബ്രോ, ചായ ഉണ്ടോ? നമ്മുടെ ശംഖുമുഖം ദേവി ക്ഷേത്രമാണ് ആ കാണുന്നത് കേട്ടോ, ദൂരെ കാണുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്ഥലം വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ പതിവൊട്ടും തെറ്റാതെ ചന്ദ്രൻ ചേട്ടൻ നേരത്തെ വന്ന് മുകളിൽ നിൽപ്പുണ്ട്. ചാടി മെടുക്കൻ ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ ശംഖുമുഖത്തോട്ട് പോകുന്നത്. ഇപ്പോൾ നല്ല തിരക്കായിരിക്കും ഇനി അങ്ങോട്ട്. ഗൈസ്, അപ്പുറത്തൂടെ നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാം കണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ മരത്തിലൊക്കെ ലൈറ്റ് ഇട്ടേക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി കൂടെ രാത്രി പോകുകയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബാണ്. സോ ഗൈസ്, അതൊക്കെ തന്നെയായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഒരു ചെറിയ കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇട്ട ആ ഒരു കമൻസിൻ്റെ ഒക്കെ ഒരു മറുപടി എന്നുള്ള രീതിക്ക് വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ആഴ്ച തന്നെ നമ്മുടെ റൈഡ് നടത്തുന്നതായിരിക്കും. അച്ചൻകോവിൽ വഴി കയറി നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. പുതിയൊരു റൈഡ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സോ ദിസ് ഇസ് മീ സോൾ വാണ്ടർ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. സോ ഗൈസ്, എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വർക്കിലോ അതുപോലെ എന്തെങ്കിലും ഡിപ്രഷനിലോ കാര്യങ്ങളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നിങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഒരു 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമ്മളിപ്പോൾ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായ ഫ്രസ്ട്രേഷനും അതിൻ്റേതായ പ്രഷറും എല്ലാം കാണും. അപ്പോൾ ഞാൻ എൻ്റെ പ്രഷർ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധനം എടുത്തുണ്ടെങ്കിൽ ഇറങ്ങും. ഇവനെ എടുത്തുകൊണ്ട് പോയി ഒരു 2 റൗണ്ട് ഇതുപോലെ ബ്രൈറ്റ് അടിക്കുന്നവൻ്റെ കണ്ണിലൊക്കെ ബ്രൈറ്റ് അടിച്ച് ത്രോട്ടിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് 100-120 ഒന്ന് പോയി ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു കടയിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഒരു 5 മിനിറ്റ് അവിടെ റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു വരണം. എൻ്റെ പിന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നമൊന്നും അല്ലെന്ന് നമുക്ക് തോന്നും. കാരണം നമുക്ക് വീണ്ടും ഒരു പോസിറ്റീവ് എനർജിയാണ്. ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജസ്റ്റ് റൈഡ് ഇറ്റ് ഔട്ട്, അത്രേ ഉള്ളൂ. ഇന്ന വണ്ടി വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. കാരണം ഞാൻ എൻ്റെ ജിക്സറിൽ പോകാത്ത സ്ഥലങ്ങളില്ല. ഞാൻ ഈ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആകെ ഉണ്ടായിരുന്ന വണ്ടി ജിക്സറാണ്. ഞാൻ ജിക്സറിൽ കറങ്ങാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത സ്ഥലങ്ങളില്ല ഈ തിരുവനന്തപുരത്ത്. ആ വണ്ടി എടുത്ത സമയം തൊട്ട് ഞാൻ പോയ ട്രിപ്പുകളൊക്കെ എനിക്ക് മെമ്മറബിളാണ്. 2017 എൻ്റെ ജിക്സർ ഞാൻ എടുക്കുന്നത്. ആ സമയത്ത് എടുത്തതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഞാൻ ട്രിപ്പ് തുടങ്ങിയതാണ്. അതിൽ ഒരാഴ്ച എടുത്ത്
എടുത്തില്ല. ഒരു 3-4 ദിവസത്തിനുള്ളിൽ കൊണ്ട് ഞാൻ ഫസ്റ്റ് സർവീസിനും കയറ്റി. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ എന്താ പറയുക ഒരു യാത്രാ ജേണി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കോളേജിലായിരുന്ന സമയത്തൊന്നും എനിക്ക് ബൈക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ബസ്സിലും 2 ബസ്സൊക്കെ കയറിയൊക്കെയാണ് കോളേജിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. വണ്ടി കിട്ടിയപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കോളേജിൽ നിന്ന് ഇറങ്ങി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ജോലി തന്നെ നടക്കുന്ന സമയം, കയ്യിൽ 5 പൈസ ഇല്ല, കിട്ടുന്നതെല്ലാം കൂട്ടി വെക്കും പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി നമുക്ക് എന്താ പറയുക ജോലിയായി, അതുപോലെ നമുക്ക് ഒരു ഫിനാൻഷ്യലി നമ്മൾ സെറ്റിലായി എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവനെ എടുക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. ആ സമയം എന്നാണോ കറക്റ്റ് ആകുന്നത് അന്ന് എല്ലാം സംഭവിക്കും. നമുക്ക് എന്താണോ ഉള്ളത് അത് വെച്ച് നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക. നമുക്ക് ഒരു സാധനം ഇല്ല എന്നുള്ള ഒരു പേരിൽ മാത്രം നമ്മൾ ഒരിക്കലും ബാക്കിലോട്ട് നിൽക്കരുത്. എന്തെങ്കിലും എന്താ പറയുക ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഇഷ്ടമുണ്ടെങ്കിലോ അത് നമ്മൾ ചെയ്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ബാക്കിയുള്ളവർ നമ്മളെ കണ്ട് മോട്ടിവേറ്റഡ് ആവുന്നതും കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് വീണ്ടും ഇതൊക്കെ ചെയ്യാനായിട്ട്. എല്ലാത്തിനും അതിൻ്റേതായ സമയം കൊടുക്കുക. എല്ലാ സമയമാകുമ്പോൾ നടക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. വീണ്ടും ബൈ.